അതും ഒരു അറിയാതെ സംഭവിച്ചൊരു കാര്യമായിട്ടാണെങ്കിൽ പറയാൻ കഴിയും. നമ്മൾ ഈ സിനിമ നേരത്തെ റിലീസ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. പിന്നെയാണത് ഒരു റിലീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ May 21 എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ റിലീസ് ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയൊക്കെ നിങ്ങൾ അല്ലാതെ വളരെ കൂടുതലും സിനിമകൾ വേറെ ദിവസങ്ങളിൽ. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ May 21 ഒരു വ്യാഴാഴ്ചയാണ്. അതൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഒരിക്കലും ഒരു ചാൻസ് കിട്ടുള്ളൂ. കാര്യം ഇത്രയും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമ, ആ സിനിമ നമ്മുടെ പിറന്നാളിന് അത് കൊടുക്കുക എന്ന് പറയുന്നത് എന്നെക്കാളും കൂടുതൽ ആന്റണിയുടെ അഭിപ്രായമായിരുന്നു. അപ്പം അതിന് വലിയ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. എല്ലാ പിറന്നാളും കൂടെ സിനിമ എടുക്കാൻ അത് മാത്രമല്ല, അത് ദിവസങ്ങളും കൂടെ വെക്കണം. അപ്പം ഇതൊരു വ്യാഴാഴ്ചയാണ് വരുന്നത്. ആൻഡ് ഏറ്റവും നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോർജ് ഈ ദൃശ്യം. അപ്പോൾ ആ ദിവസം വന്നത് വളരെ ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നു. അതൊരു പിറന്നാൾ സമ്മാനമായിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ ഉള്ള ധൈര്യം ഞങ്ങൾക്കുണ്ടായി. കാര്യം ഒരു മോശം സിനിമയൊന്നും ആയിരിക്കില്ല. കാര്യം ഈ പ്രേക്ഷകരെ ഇതിലൊന്നും കള്ളത്തരങ്ങളൊന്നുമില്ല. കാര്യം ആ ജോർജ് കുട്ടിക്കും ഫാമിലിക്കും കാണുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എന്താണ് സംഭവിച്ചതെന്നറിയാം. അതിൽ നിന്ന് അയാൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം. ആ പിറന്നാൾ ദിവസം ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. ആന്റണിക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം.